ഹലോ. നീറ്റ് 2024 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് നീറ്റ് എക്സാമിനേഷൻ 2017 മുതൽ 2023 വരെയുള്ള എക്സാം പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ റേസിൻ്റെ നീറ്റ് ചാനലിൽ ഒരു വീഡിയോ സീരീസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫിസിക്സിൻ്റെ +2 സെക്ഷനിലുള്ള ഡിസ്കഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. +1 സീരീസിൻ്റെ +1 സെക്ഷൻ്റെ +1 ഫിസിക്സിൻ്റെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം പോയിന്റ്സ്. നമ്മൾ എങ്ങനെയാണ് ഇത് അനാലിസിസ് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. ആ എക്സാം പേപ്പറിലുള്ള ഓരോ ക്വസ്റ്റ്യനും എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നാണ്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഏത് കോൺസെപ്റ്റ് ബേസ്ഡ് ആണെന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് അത് ടാബുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ അനാലിസിസ് ചെയ്യുന്നത്. ആ കാര്യം ആദ്യം മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഈ കാണുന്ന സെക്ഷൻസിന് പുറമെ, ഈ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള സെക്ഷൻസിന് പുറമെ ചോദിക്കാൻ സാധ്യതയുള്ള, ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നാലും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഭാഗങ്ങൾ കൂടെ താഴെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കേണ്ടത് ഈ സെക്ഷൻസ് മാത്രമേ ചോദ്യം ചെയ്യിക്കുള്ളൂ എന്നുള്ളതല്ല, ഈ സെക്ഷൻസ് മാത്രമാണ് പ്രധാനം എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എക്സാമിനേഷന് പോകുമ്പം വളരെ പ്രധാനപ്പെട്ട, വളരെയധികം ക്വസ്റ്റ്യന് വെയിറ്റേജ് ഉള്ള, ക്വസ്റ്റ്യൻ ചോദിക്കാൻ പ്രോബബിലിറ്റി ഉള്ള സെക്ഷൻസ് ആയിട്ട് ഈ സെക്ഷനുകളെ മനസ്സിലാക്കുക എന്നുള്ളതും അതിന് നന്നായി പഠിച്ചിട്ട് മാത്രം എക്സാമിനേഷന് പോകുക എന്നുള്ളതുമാണ് നമ്മുടെ സോൾ പർപ്പസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓവറോൾ സ്റ്റാൻഡിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ ചാപ്റ്ററിനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യും. നിങ്ങൾ ഫസ്റ്റ് ഇയറിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എനിവേസ് നമ്മൾ ഇതിൻ്റെ ഓവറോൾ സ്റ്റാൻഡിങ് ആദ്യം നോക്കുക. +2 ഫിസിക്സിൻ്റെ മൊത്തം +2 ഫിസിക്സിൻ്റെ ചാപ്റ്റേഴ്സിനെ നമ്മൾ 12 സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 12 സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ്റെ ഹിറ്റ് വന്നിട്ടുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 and 2 എന്നുള്ള സെക്ഷൻസ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് പ്ലസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നുള്ള സെക്ഷൻ എന്നാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് വന്നിട്ടുള്ളത്. പക്ഷേ അത് 2 ചാപ്റ്ററിൽ കമ്പൈൻഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ ഒറ്റ ചാപ്റ്ററിൽ നിന്ന് തന്നെ, ദാറ്റ് ഈസ് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് തന്നെ 24ഓളം ക്വസ്റ്റ്യൻസ് ഈ ഒരു ഡ്യൂറേഷനിൽ എക്സാം പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സിംഗിൾ ചാപ്റ്റർ ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ് എന്നും 21 ക്വസ്റ്റ്യൻസ് ഒറ്റ ചാപ്റ്ററിൽ നിന്നായിട്ട് തന്നെ 21 ക്വസ്റ്റ്യൻസ് ഈ ഡ്യൂറേഷനിലുള്ള എക്സാം പേപ്പറുകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ യു ഹാവ് സെക്ഷൻ 8 എന്ന് പറയുന്നത് ഇസ് റേ ഓപ്റ്റിക്സ് നിന്ന് 18 ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഓവറോൾ സ്റ്റാൻഡിങ്. ബാക്കിയൊക്കെ അതിനേക്കാൾ കുറവാണ്. നമുക്ക് ഓരോ ചാപ്റ്ററിനും സെപ്പറേറ്റ് ആയിട്ട് കോൺസെപ്റ്റ് വൈസ് നമുക്ക് അത് അനലൈസ് ചെയ്യാം, എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഓൾറൈറ്റ്, സോ വിൽ നൗ മൂവ് ഓൺ ടു ദ ഡീറ്റെയിൽ ഡിസ്കഷൻ പെർ ചാപ്റ്റർ. ആദ്യം നമ്മൾ നോക്കുന്നത് ഇലക്ട്രിക് ചാർജസ്, ഫീൽഡ്സ്, പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നുള്ള കമ്പൈൻഡ് സെക്ഷനാണ്. 27 ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞു. 27 ക്വസ്റ്റ്യൻ്റെ ഹിറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2017 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 2 ന്യൂമറിക്കലും 1 തിയറി ബേസ്ഡ് ക്വസ്റ്റ്യനുമാണ്. കോൺസെപ്റ്റുകൾ ശ്രദ്ധിക്കുക. കപ്പാസിറ്റൻസ്, എനർജി ലോസ്റ്റ് ഡ്യൂറിങ് ഇന്റർകണക്ഷൻ, ദെൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതൊരു മെക്കാനിക്സ് ബേസ്ഡ് ക്വസ്റ്റ്യനും കൂടിയാണ്. രണ്ടിലും പെടുത്താവുന്ന ഒരു ചോദ്യമാണ്. ആൻഡ് ദെൻ യു ഹാവ് ഇക്വി പൊട്ടൻഷ്യൽ സർഫസസ്. ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന്റെ ബേസ് തിയറി ക്വസ്റ്റ്യൻസ് നിറയെ ചോദിക്കാൻ പറ്റും. ആ സെക്ഷൻ നന്നായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ അകത്ത് വരിക. നൗ 2018 2 ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. 2 ന്യൂമറിക്കലായിരുന്നു. കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. മോഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾ അണ്ടർ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ഫോഴ്സ് ബിറ്റ്വീൻ പാരലൽ പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ. ഇതാണ് 2 കോൺസെപ്റ്റ്സ്. 2019 4 ക്വസ്റ്റ്യൻ ചോദിച്ചു. 3 തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ, 3 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും 1 തിയറി ബേസ്ഡ് ആയിരുന്നു. ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സ്ഫെറിക്കൽ ഷെൽ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ് ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, കൂളോംസ് ലോ. ഇങ്ങനത്തെ കോൺസെപ്റ്റ്സ് ആണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. 2020 2 തിയറി ക്വസ്റ്റ്യൻ, 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ, മൊത്തം 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഷോർട്ട് ഡൈപോൾ, കൂളോംസ് ലോ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് ഡൈഇലക്ട്രിക് സ്ലാബ്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ് യൂസിങ് വിത്ത് ഡൈഇലക്ട്രിക് സ്ലാബ്സ്. ഒരുപാട് ക്വിക്ക് ഫോർമുലാസ് ഒക്കെ മനസ്സിലാക്കി വെക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണത്. അങ്ങനെയാകുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. നൗ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ചാർജ് ഷെൽ, ഇത്രയൊക്കെയാണ് കോൺസെപ്റ്റ് ഉള്ളത്. 2021 6 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത്രയും ക്വസ്റ്റ്യൻസ് ഒറ്റ ഒരു സെക്ഷൻ തന്നെ വന്നായിട്ട് കാണുക. 3 തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ആൻഡ് കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. Dipole moment, electric dipole moment, effective capacitance, surface charge densities of spherical shells, energy stored in a capacitor, force on a dipole in a non-uniform electric field. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ എ ഡൈപോൾ, നെറ്റ് ഫോഴ്സ് ഓൺ എ ഡൈപോൾ ഇൻ non-uniform electric field, and then potential of a drop formed by combining smaller drops. ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് 21 ഉണ്ടായിരുന്നത്. 22 3 തിയറി ബേസ്ഡ് ക്വസ്റ്റ്യനും 1 ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നത്. ഈക്വി പൊട്ടൻഷ്യൽ സർഫസസ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു കണ്ടക്ടിങ് സ്ഫിയർ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ,
ചാർജ് ഷെയറിംഗ് ബൈ കപ്പാസിറ്റീസ്, ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 3 തിയറി ക്വസ്റ്റ്യൻ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ക്വിക്കായിട്ട് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതൊരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു സെറ്റ് ആയിരിക്കണം ആ ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിട്ടുണ്ടാവുക. നൗ 23-ൽ തൊട്ട് പ്രീവിയസ് ഇയറിൽ 4 ക്വസ്റ്റ്യൻ അഗൈൻ 3 ന്യൂമറിക്കൽ, ഒരെണ്ണം തിയറി ബേസ്ഡ് ക്വസ്റ്റ്യനും. കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. ഇക്വാലന്റ് കപ്പാസിറ്റൻസ്, ഗോസ് തിയറം, ടോർക്ക് എക്സ്പീരിയൻസ് ബൈ ഡൈപോൾ ഇൻ ഇലക്ട്രിക് ഡൈപോൾ ആൻഡ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. ഇത്രയും കോൺസെപ്റ്റാണ് ചോദ്യം വന്നിട്ടുള്ളത്. നൗ കഴിഞ്ഞ റീസെന്റ് ഇയേഴ്സിൽ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന, കൺസിസ്റ്റന്റ് ആയിട്ട് 4 or 6 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ട്രെൻഡ് ഈ ചാപ്റ്ററിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക. പക്ഷേ ആക്ച്വലി എ വെരി യൂസ്ഫുൾ സെക്ഷൻ. നന്നായിട്ട് അത് ക്ലിയർ ആയി പഠിച്ചു വെക്കുക. മറ്റ് കോൺസെപ്റ്റുകൾ ശ്രദ്ധിക്കാനുള്ളതും കൂടെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓർക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ് നോൺ കണ്ടക്ടിങ് സ്ഫിയർ. ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ സെക്ഷൻ നന്നായിട്ട് പഠിക്കുക. Then you have electric field and potential along the axis of a charged ring. Uniformly charged ring in the axis ഉള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡും ഇവാലുവേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക. അതിന് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇക്വിലിബ്രിയം ഓഫ് സസ്പെൻഡഡ് ചാർജ് പാർട്ടിക്കിൾ, ഒരു സർട്ടൺ ഫോഴ്സ് ഫീൽഡിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ സസ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിലാണ് അതിനെ സസ്പെൻഡ് ചെയ്ത് വെക്കാൻ പറ്റുക എന്ന് ചോദിച്ചുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റിയ ഒരു സെക്ഷനാണ് ഞാൻ ഈ പറയുന്ന കോൺസെപ്റ്റ്. അധികം അതർ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഇല്ലാതിരിക്കാൻ കാരണം എക്സ്റ്റെൻസീവായിട്ട് ഈ സെക്ഷനിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് കൊണ്ടും ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട എല്ലാ കോൺസെപ്റ്റുകളും ഇവിടെ ലിസ്റ്റഡ് ഔട്ട് ആയി എന്നുള്ളത് കൊണ്ടുമാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എന്താ പറയുക ഷീറ്റ്, അതുകൂടെ ഓർത്ത് വെക്കാം. ഗോസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അത് പ്രത്യേകം എടുത്ത് പറയാഞ്ഞത്. ഓൾറൈറ്റ്, നൗ നെക്സ്റ്റ് കറണ്ട് ഇലക്ട്രിസിറ്റി ആണ് അടുത്ത സെക്ഷൻ. 24 ക്വസ്റ്റ്യൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം 24 ക്വസ്റ്റ്യൻസ് ഒറ്റ ചാപ്റ്ററിനാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിൽ ഒരു സിലബസ് മോഡിഫിക്കേഷൻ്റെ കാര്യവും ശ്രദ്ധിക്കാണ്ട് നമുക്കത് അതിലേക്ക് വരാം. നൗ 2017 2 ക്വസ്റ്റ്യൻ, ഒരു തിയറി ക്വസ്റ്റ്യൻ, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. റെസിസ്റ്റൻസ് ഓഫ് സ്ട്രെച്ച് വയേഴ്സ് ആൻഡ് പൊട്ടൻഷ്യോമീറ്റർ ആണ് കോൺസെപ്റ്റ്സ് വന്നിട്ടുള്ളത്. പൊട്ടൻഷ്യോമീറ്റർ ഇപ്പോൾ സിലബസിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സൈഡിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും കൂടെ മീറ്റർ ബ്രിഡ്ജിലേക്കോ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിലേക്കോ അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉള്ള സെക്ഷനിലേക്കോ ഡൈവേർട്ട് ആവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആ സെക്ഷൻ്റെ പ്രാധാന്യം അതുകൊണ്ട് തന്നെ വളരെയധികം കൂടുന്നുണ്ട്. നൗ 18-ൽ 3 ക്വസ്റ്റ്യൻ, ഒരെണ്ണം തിയറി ക്വസ്റ്റ്യൻ, 2 ന്യൂമറിക്കലുള്ളത്. കളർ കോഡിംഗ് ഓഫ് കാർബൺ റെസിസ്റ്റേഴ്സും കോമ്പിനേഷൻ ഓഫ് സെൽസും ആണ് കോൺസെപ്റ്റ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. നൗ നെക്സ്റ്റ് 19-ൽ 3 ക്വസ്റ്റ്യൻ അഗൈൻ, ഒരു തിയറി ക്വസ്റ്റ്യൻ, 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. സർക്യൂട്ട് പ്രൊട്ടക്ഷൻ യൂസിങ് ഫ്യൂസ്, ഒരു കോൺസെപ്റ്റ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. പവർ ഡിസിപ്പേഷൻ ഇൻ എ സർക്യൂട്ട്, വോൾട്ട് മീറ്റേഴ്സ് ആൻഡ് അമീറ്റേഴ്സ്, ഇതാണ് കോൺസെപ്റ്റ്സ് ആയിട്ട് വന്നിട്ടുള്ളത് 2019-ൽ. 2020-ൽ ഒരു തിയറി ക്വസ്റ്റ്യനും 3 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചേർത്ത് മൊത്തം 4 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. കറണ്ട് ഇൻ എ സർക്യൂട്ട്, ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഓഫ് എ വയർ, കിർച്ചോസ് വോൾട്ടേജ് റൂൾ, ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നൗ 2021-ൽ 3 ക്വസ്റ്റ്യൻ, 3 ന്യൂമറിക്കലാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ദെൻ ദർ ഇസ് വൺ മോർ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മൊത്തം 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. 3 + 1 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നൗ കോൺസെപ്റ്റ്സിന് തന്നെ സ്വാഭാവികമായിട്ടും കൂടും, അത് മാച്ച് ദ ഫോളോയിങ് ഉള്ളതുകൊണ്ടാണ്. കാൽക്കുലേറ്റിംഗ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി, റെസിസ്റ്റിവിറ്റി, റിലാക്സേഷൻ ടൈം, കറന്റ് ഡെൻസിറ്റി, പൊട്ടൻഷ്യോമീറ്റർ, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. നോക്കൂ, ആ കറന്റ് ഡെൻസിറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പഠിക്കുന്ന ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. ആ കോൺസെപ്റ്റുകളൊക്കെ ഏകദേശം ഇവിടെ ടച്ച് ആയിട്ടുണ്ട്. നൗ 2022-ൽ you have 4 questions, 2 theory based questions and 2 numerical questions. അതിൽ ചോദിച്ചിട്ടുള്ളത് കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ കണ്ടക്ടേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്, പവർ ഡിസിപ്പേറ്റഡ് അക്രോസ് റെസിസ്റ്റേഴ്സ് ഇൻ എ കോമ്പിനേഷൻ, കറന്റ് ഡെൻസിറ്റി, വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്, ഇത്രയും കോൺസെപ്റ്റുകളാണ് നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിലായിട്ട് വന്നിട്ടുള്ളത്. നൗ 2023-ൽ 4 ക്വസ്റ്റ്യൻ ചോദിച്ചു. അഗൈൻ 1 ക്വസ്റ്റ്യൻ ഇസ് ഫ്രം ഇസ് എ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ, 3 ക്വസ്റ്റ്യൻസ് ആർ ന്യൂമറിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. കിർച്ചോസ് ലൂപ്പ് റൂൾ, കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ്, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റേഴ്സ്. ഇതിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇപ്പം വരുന്ന എക്സാമുകളിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ JEE എക്സാമിൽ വളരെയധികം ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. അത് നന്നായി നോക്കി വെക്കുക. പിന്നെ റെസിസ്റ്റൻസിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള വയേഴ്സിൻ്റെ കോമ്പിനേഷൻ്റെ, റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് കാണാനുള്ള ക്വസ്റ്റ്യൻസും വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് ഇപ്പോൾ വരാറുണ്ട്. അപ്പോൾ ആ സെക്ഷൻസ് ഒക്കെ നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കുക, നോക്കി വെക്കുക. മറ്റ് സെക്ഷൻസ് ഓർക്കാനുള്ളത്, ഇതിൻ്റെ കൂടെ ഓർക്കാനുള്ളത് വേരിയസ് ഫോംസ് ഓഫ് ഓംസ് ലോ, കറന്റ് ഡെൻസിറ്റിയും റെസിസ്റ്റിവിറ്റിയും ഇലക്ട്രിക് ഫീൽഡും ഒക്കെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ഉണ്ട്, അത് ഓർത്ത് വെക്കുക. മൊബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഓർത്ത് വെക്കുക.
വി ഐ ഗ്രാഫ് ഓഫ് ഒമിക് ആൻഡ് നോൺ ഒമിക് കണ്ടക്ടേഴ്സ് ഒരു സെക്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നന്നായി ശ്രദ്ധിച്ചു വെക്കുക. ഗ്രാഫിക്കലായിട്ടൊരു സെക്ഷനാണ്. ഒന്ന് നോക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും പറ്റും. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. ഇന്റേണൽ റെസിസ്റ്റൻസും എക്സ്റ്റേണൽ റെസിസ്റ്റൻസും എങ്ങനെയായിരുന്നാലാണ് ഒരു സർക്യൂട്ടിൽ മാക്സിമം ഔട്ട്പുട്ട് പവർ കിട്ടുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നന്നായിട്ട് പഠിച്ചു വെക്കാം. ടോട്ടൽ കൗണ്ട് 24 ആണ് മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ആ ഗ്രാവിറ്റി മനസ്സിലായിക്കൊണ്ട് തന്നെ ഈ സെക്ഷൻ പഠിക്കുക. Now we will go to the next section. Chapter 3, section 3 is moving charges and magnetism. 16 ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ 7 വർഷങ്ങളിലായിട്ട് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. 17ൽ 2 ക്വസ്റ്റ്യൻ, 2 ന്യൂമറിക്കലാണ്. കോൺസെപ്റ്റ്സ് ഫോഴ്സ് ബിറ്റ്വീൻ കറന്റ് ക്യാരിങ് വയേഴ്സ്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് കറന്റ് ക്യാരിങ് കോയിൽ ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. നൗ 18ൽ 2 ക്വസ്റ്റ്യൻ, അഗൈൻ ബോത്ത് ന്യൂമറിക്കൽ. കോൺസെപ്റ്റ്സ് നോക്കാം. മൂവിംഗ് കോയിൽ ഗാലനോമീറ്റർ, കറന്റ് സെൻസിറ്റിവിറ്റി, ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ കറന്റ് ക്യാരിങ് വയർ ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. 2019ൽ 2 ക്വസ്റ്റ്യൻസ്, അഗൈൻ 2 ന്യൂമറിക്കൽ ആയിരുന്നു. ആംപിയർ സർക്യൂട്ടൽ തിയറം, വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ കറന്റ് ക്യാരിങ് വയർ, റേഡിയ ഓഫ് ദ പാത്ത് ഓഫ് ചാർജ് പാർട്ടിക്കിൾസ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. വളരെ കോമൺ ആയിട്ട് കാണുന്ന കോൺസെപ്റ്റുകളാണ് ഇതൊക്കെ. നന്നായിട്ട് ശ്രദ്ധിക്കുക. ആംപിയർ സർക്യൂട്ടൽ തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന്റെ കറന്റ് ക്യാരിങ് തിക്ക് വയർ സോൾവ് ചെയ്യുക. ആ പ്രോബ്ലം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഗ്രാഫിക്കലായിട്ടും ആ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നന്നായി ശ്രദ്ധിക്കുക. നൗ 2020ൽ ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എ ലൂപ്പ്, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് 4, 3, 2 എന്നുള്ള തോതിൽ റീസണബിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള സെക്ഷനാണിത്. നൗ 2021ൽ 3 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ, 1 തിയറി ക്വസ്റ്റ്യൻ. കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഓൺ എ ചാർജ് പാർട്ടിക്കിൾ, നേരത്തെ കണ്ട അതേ കോൺസെപ്റ്റിന് സിമിലർ ആണ്. മാഗ്നറ്റിക് ഫോഴ്സ് ഡ്യൂ ടു കറന്റ് ക്യാരിങ് തിക്ക് വയർ, നേരത്തെ നമ്മൾ കണ്ടു. എക്സാക്ട് കോൺസെപ്റ്റ് ആണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, വെരി സിമിലർ കോൺസെപ്റ്റ്സ് ഒരുപാട് തവണ ആവർത്തിക്കുന്നുണ്ട്. ഇത്രയായിരുന്നു 2021ൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന കോൺസെപ്റ്റ്സ്. 22ൽ വി ഹാവ് മാഗ്നറ്റിക്, മൊത്തം 3 ക്വസ്റ്റ്യൻ ഉള്ളത്. ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യനും 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ്, ഒരു ക്വസ്റ്റ്യൻ. ബ്യൂസവർ ലോ ആൻഡ് കമ്പയർഡ് വിത്ത് കൂളോംസ് ലോ. ബ്യൂസവർ ലോവും കൂളോംസ് ലോന്റെ കമ്പാരിസൺ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ യു ഹാവ് ആംപിയർ സർക്യൂട്ടൽ തിയറം. ഓൾറൈറ്റ്, ഫൈൻ. ഇതാണ് കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 2 ന്യൂമറിക്കൽ ആയിരുന്നു. യു ഹാവ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ വയർ ആൻഡ് ബ്യൂസവർ ലോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. നൗ അതർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ സ്കെയിലിംഗ് അപ്പ് ഓഫ് ഗാലനോമീറ്റർ ഇൻറ്റു അമീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ, വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണത്. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഒരു സർട്ടൻ ഗാലനോമീറ്ററിൽ ഇത്ര കറണ്ടേ പോകാൻ പാടുള്ളൂ. അപ്പം ആ ഗാലനോമീറ്റർ വെച്ചിട്ട് ഇത്രയും ആംപിയർ, ഒരു വലിയൊരു ആംപിയർ കറണ്ട് മെഷർ ചെയ്യണമെങ്കിൽ എന്താണ് ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യേണ്ടത്? അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുക പലപ്പോഴും. അതൊരു വളരെ കോമൺ ക്വസ്റ്റ്യൻ ആണ്. ദെൻ യു ഹാവ് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ. നിങ്ങൾ NCERT കാണുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷൻ നന്നായി പഠിച്ചു വെക്കുക. വെലോസിറ്റി സെലക്ടർ, മൊമെന്റം സെലക്ടർ, ബേസിക്കലി ഈ മോഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾസ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബേസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഈ 2 അത് നന്നായിട്ട് പഠിക്കുക. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് മാഗ്നറ്റിക് ഡൈപോൾ ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ. സിമിലർ ആയിട്ടുള്ള 2 കോൺസെപ്റ്റ്സ് ആണ്. ഒരേ രീതിയിലാണ് ഈ 2 ഡിറൈവ് ചെയ്യുക. ആ സെക്ഷൻസ് പഠിച്ചു വെക്കുക. നൗ പിന്നെ ഓർത്ത് വെക്കേണ്ടത് ബ്യൂസവർ ലോ ബേസ്ഡ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് വളരെ പ്രധാനമാണ്. ഇപ്പം ഒരു സർട്ടൻ കോമ്പിനേഷൻ ഓഫ് വയർ, ഒരു സ്ട്രേറ്റ് വയർ ഉണ്ട്, പിന്നെ ഒരു ആർക്ക് ഉണ്ട്, പിന്നെ ഒരു സ്ട്രേറ്റ് വയർ അഗെയിൻ പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ്, പിന്നെ ഒരു ആർക്ക് ആൻഡ് അനദർ ആർക്ക്, ഈ ആർക്കിൻ്റെ ഒക്കെ സെൻറ്ററിലുള്ള കോമൺ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങനത്തെ കോൺസെപ്റ്റ്സ് ഒക്കെ വളരെ പ്രധാനമാണ്. അഗെയിൻ അനദർ കോൺസെപ്റ്റ് ഒരു സ്ട്രേറ്റ് ലൈൻ കണ്ടക്ടർ ഉണ്ടാവും. ആ കണ്ടക്ടറിൻ്റെ അടുത്ത് ഒരു വയേർഡ് ലൂപ്പ് ഉണ്ടാവും വിച്ച് ക്യാരീസ് കറണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന നെറ്റ് ഫോഴ്സ്, ഇങ്ങനത്തെ കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ ബ്യൂസവർ ലോ ബേസ്ഡ് ആയിട്ടും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആൻഡ് ബേസ്ഡ് ഓൺ ഓൾസോ ലോറൻസ് ഫോഴ്സ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ആ കോൺസെപ്റ്റ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. നൗ നെക്സ്റ്റ് സെക്ഷൻ അധികം ക്വസ്റ്റ്യൻസ് കാണാത്ത ഒരു സെക്ഷനാണ്. 4 ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ ഇത്രയും വർഷങ്ങളായിട്ട്. പക്ഷേ കഴിഞ്ഞ കൊല്ലം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. 2017ൽ ആംഗിൾ ഓഫ് ഡിപ്പ്, എർത്ത് മാഗ്നറ്റിസം ബേസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2018ൽ ഒരു തിയറി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ മാഗ്നറ്റിക് ഫീൽഡ്, ആ കോൺസെപ്റ്റിലാണ് ഉണ്ടായിരുന്നത്. എർത്ത് മാഗ്നറ്റിസം ബേസ് ചെയ്ത ഒരു തിയറി ക്വസ്റ്റ്യൻ 2019ൽ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് 3 വർഷത്തേക്ക് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല അതിൻ്റെ അകത്തുനിന്ന്. അത് മറ്റൊന്നുമല്ല, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിന് വളരെ ലെങ്തിയാണ്. അതിൻ്റെ അകത്തുള്ള കോൺസെപ്റ്റ്സ് ഒരുപാട് മാച്ചിങ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഉണ്ട്, ഒരുപാട് സിമിലർ കോൺസെപ്റ്റ്സ് ഉണ്ട്. മാത്രമല്ല അതൊരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ അതിലെ ക്വസ്റ്റ്യൻസ് ഡോമിനേറ്റ് ചെയ്യുമ്പോൾ ഇത് കുറച്ചൊന്ന് സൈഡ് ലൈൻ ആയി പോകുന്നതാണ് അതിൻ്റെ ബേസിക് കാരണം.
കഴിഞ്ഞ കൊല്ലം പക്ഷേ ഗോസ് ലോ ഓഫ് മാഗ്നറ്റിസിനെ ബേസ് ചെയ്ത ഒരു തിയറി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. തിയറി ക്വസ്റ്റ്യന് വളരെയധികം പ്രോബബിലിറ്റി ഉള്ള ഒരു സെക്ഷനാണത്, നന്നായി മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഈ ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. പ്രോപ്പർട്ടീസ് ഓഫ് ഡയർ പാരാ ഫെറോ മെറ്റീരിയൽസ്, ആ പ്രോപ്പർട്ടി നന്നായിട്ട് മനസ്സിലാക്കുക, ബിഹേവിയറുകളൊക്കെ നന്നായി ശ്രദ്ധിച്ചു വെക്കുക. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി, റിലേറ്റീവ് പെർമിബിലിറ്റി പോലത്തെ കോൺസെപ്റ്റുകൾ പഠിച്ചു വെക്കുക. ന്യൂമറിക്കൽ ചോദിക്കാൻ ചാൻസ് ഉള്ള സെക്ഷൻസ് ആണത്. പിന്നെ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ, അത് കഴിഞ്ഞ ചാപ്റ്ററിലും പെടുത്താൻ പറ്റും, ഈ ചാപ്റ്ററിലും പെടുത്താൻ പറ്റും, രണ്ടിലും നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാൻ പറ്റും. ആൻഡ് ദെൻ മാഗ്നറ്റിക് ഹിസ്റ്ററീസിസ്, ആ സെക്ഷൻ നന്നായി പഠിക്കുക. ന്യൂമറിക്കൽ ക്വസ്റ്റിനും പോസിബിലിറ്റി ഉണ്ട്, തിയറി ബേസ്ഡ് ക്വസ്റ്റിനും പോസിബിലിറ്റി ഉണ്ട്. കോൺസെപ്റ്റ് ഓഫ് റിട്ടൻറ്റിവിറ്റി, കോഴ്സിവിറ്റി ഒക്കെ ആ സെക്ഷനിൽ വരുന്നതാണ്, നന്നായിട്ട് പഠിച്ചു വെക്കുക, നിങ്ങൾക്ക് അത് അറിയുന്നതായിരിക്കും. നൗ ക്വസ്റ്റ്യൻ ചാപ്റ്റർ നമ്പർ 5, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നോക്കൂ, 11 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ കൗണ്ട് വന്നിട്ടുള്ള ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നിന്ന്. നോക്കൂ, റീസെൻ്റ്ലി കഴിഞ്ഞ 2 വർഷം കൺസിസ്റ്റൻ്റ്ലി 2ഉം 1ഉമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അതിൻ്റെ പ്രധാനപ്പെട്ട സെക്ഷൻസ് ഏതൊക്കെയാണെന്ന്. 2017 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ, DC കറന്റ് ത്രൂ LRC കോമ്പണൻസ്, മ്യൂച്വൽ ഇൻഡക്ഷൻ, നെറ്റ് ചാർജ് ഫ്ലോയിങ് എന്നുള്ള കോൺസെപ്റ്റുകളിൽ നിന്നാണ് ആദ്യം 2017 ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നോക്കൂ, നെറ്റ് ചാർജ് ഫ്ലോയിങ് ഇൻ എ സർക്യൂട്ട് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ടൈം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് നമ്മൾ EMI പഠിക്കുന്ന സമയത്ത് ആദ്യമേ പഠിക്കുന്നതാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ള കോൺസെപ്റ്റും ഞാൻ ഈ നേരത്തെ പറഞ്ഞ നെറ്റ് ചാർജ് ഫ്ലോയിങ് എന്നുള്ള കോൺസെപ്റ്റും കമ്പൈൻ ചെയ്തിട്ടാണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മനസ്സിലാക്കുക കേട്ടോ. രണ്ടാമത്തെ 2018 ഒരേ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ, എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ബേസ്ഡ് ആണ്. 2019 2 ക്വസ്റ്റ്യൻ, ഒരു ന്യൂമറിക്കൽ ഒരു തിയറി ക്വസ്റ്റ്യൻ. ഫാരഡേസ് ലോ, EMF ഇൻ എ റൊട്ടേറ്റിംഗ് കോയിൽ ആണ് ഒരു കോൺസെപ്റ്റ്. എഡി കറണ്ട് ആണ് ഇനി ഒരു കോൺസെപ്റ്റ്. എഡി കറണ്ട് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്, ഓർത്ത് വെക്കുക. നൗ 2020 3 ക്വസ്റ്റ്യൻ, 2 ന്യൂമറിക്കൽ ആയിരുന്നു, 1 തിയറി ടൈപ്പ് ആയിരുന്നു. കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക, ഇൻഡ്യൂസ്ഡ് EMF അക്രോസ് റൊട്ടേറ്റിംഗ് റോഡ്സ്, നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. ഒരു റോഡ് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന് ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഫീൽഡിന് ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള പ്ലെയിനിൽ അത് റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പം അതിൻ്റെ എൻഡിന് അക്രോസ്, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ എൻഡിന് അക്രോസ്, സെൻറ്ററിൽ നിന്ന് ടു എൻഡ്, ഇത്രയും ഭാഗങ്ങളിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, നന്നായി മനസ്സിലാക്കാം. നൗ we have the other concepts where induced EMF using Faraday's law, then you have self inductance of a coil. ഈ കോൺസെപ്റ്റ്സ് നോക്കി വെക്കുക. 2021 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല ഈ സെക്ഷനിൽ. 22 അഗൈൻ 2 ക്വസ്റ്റ്യൻ, 2 ന്യൂമറിക്കൽ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡ്യൂ ടു എ കോയിൽ, ഒരു കോൺസെപ്റ്റ്. രണ്ടാമത്തെ ഫാരഡേസ് ലോ, ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് കറണ്ട്. ഫാരഡേസ് ലോ ബേസ് ചെയ്ത് ഇൻഡ്യൂസ്ഡ് EMFും കറണ്ടും കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇൻ 22 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. 23 ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എഗെയിൻ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ആണ്. നോക്കൂ, അത് റിപ്പീറ്റഡ് കോൺസെപ്റ്റ് ആണ്, പലതവണ ആവർത്തി ചോദിക്കാറുണ്ട്. എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റിൽ നിന്നാണ് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ഈ സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറൈറ്റ്, നൗ മറ്റ് കോൺസെപ്റ്റുകൾ ഓർത്ത് വെക്കേണ്ട മറ്റ് കോൺസെപ്റ്റുകൾ ശ്രദ്ധിക്കുക. ഒന്ന്, മോഷണൽ EMF. അഗൈൻ ഒരു റോഡ് മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുമ്പോൾ പല കോമ്പിനേഷനുള്ള മോഷനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. EMF അക്രോസ് എൻഡ്സ് ഓഫ് എ റൊട്ടേറ്റിംഗ് കണ്ടക്ടിംഗ് റോഡ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷൻ തന്നെ ഒന്നുകൂടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പല ഫോംസും ഫോമാറ്റുകളും മനസ്സിലാക്കുക. ഫൈൻഡിങ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് കറണ്ട് ഫ്രം ഫ്ലക്സ് ഇൻ ടേംസ് ഓഫ് ടൈം. നോക്കൂ, ഇലക്ട്രിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് വിത്ത് എ കോയിൽ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, ഒരു φ പറഞ്ഞു തരും. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഇൻഡ്യൂസ്ഡ് EMF ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈമും ഇൻഡ്യൂസ്ഡ് കറണ്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈമും കണ്ടുപിടിച്ചതിന് ശേഷം ഓരോ സമയത്തുള്ള ടൈം ഇൻപുട്ട് കൊടുത്തുകൊണ്ട് ആ സമയത്തുള്ള ഇൻഡ്യൂസ്ഡ് EMF ഇൻഡ്യൂസ്ഡ് കറണ്ടും കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളത് വളരെ ഫെമിലിയർ ആയിരിക്കും, അത് നന്നായി ശ്രദ്ധിക്കുക. പ്രോബബിലിറ്റി ഉണ്ട്, JEE മെയിൻസിന് അത് ചോദിച്ച് കാണുന്നുണ്ട്. Now, mutual induction of different combination of coils. പല കോയിൽ, കോൺസെൻട്രിക് ആയിട്ടുള്ള കോയിൽസ്, പ്രത്യേക രീതിയിലുള്ള ഓറിയന്റേഷനുള്ള കോയിൽസിന്റെ മ്യൂച്വൽ ഇൻഡക്ഷൻ മെഷർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നന്നായി ശ്രദ്ധിക്കുക. Now, അതിൽ പ്രധാനപ്പെട്ട ഓർക്കേണ്ട ഒരു കാര്യം, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ള ഭാഗം പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വലിയ സ്ക്വയർ ലൂപ്പ് ഉണ്ട്, അതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു സർക്കുലർ ലൂപ്പ് ഉണ്ട്. അപ്പം സ്ക്വയർ ലൂപ്പിൽ പോകുന്ന കറണ്ട് കാരണം ഇവിടെ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ എത്രയാണ് ഈ 2 അറേഞ്ച്മെൻറ്റ് തമ്മിൽ. ഒരു വളരെ വലിയൊരു കോയിലുണ്ട്, ആ കോയിലിൻ്റെ ഉള്ളിൽ കോൺസെൻട്രിക് ആയിട്ടുള്ള മറ്റൊരു ചെറിയ കോയിലുണ്ട്. ഈ സിസ്റ്റത്തിൻ്റെ മ്യൂച്വൽ ഇൻഡക്ഷൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ ഫെമിലിയർ ആയിരിക്കും, ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. ഈ വളരെ വലിയ കോയിലും വളരെ ചെറിയൊരു കോയിലും തരാനൊരു കാരണമുണ്ട്. ആ കാരണം മനസ്സിലാക്കുക. ഈ വളരെ വലിയ കോയിലാവുമ്പം രണ്ടാമത്തെ ചെറിയ കോയിലിൻ്റെ റേഡിയസ് നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കുക നമ്മൾ വലിയ കോയിലിനെ ബേസ് ചെയ്ത്, വിച്ച് ഇസ് ബേസിക്കലി അനദർ വേ ഓഫ് ടെലിംഗ് യു ദാറ്റ് അതിൻ്റെ സെൻറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് ഏറെക്കുറെ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് നന്നായി ശ്രദ്ധിക്കുക. ഒരുപാട് തവണയായി ആ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. JEE മെയിൻസിന് ഒരുപാട് ചോദിച്ചു കാണുന്നുണ്ട്. ഇറ്റ് ഇസ് ഓൾസോ ഹൈലി പ്രോബബിൾ ഫോർ NEET എക്സാമിനേഷൻ ഓൾസോ. നൗ
Next, sixth section, that is alternating current. Alternating current മൊത്തം 12 questions ആണ് over the years ചോദിച്ചിട്ടുള്ളത് 7 years. ലാസ്റ്റ് പ്രീവിയസ് 3 കൊല്ലം നോക്കുമ്പം അത്യാവശ്യം നല്ല ഡെൻസിറ്റി ഉണ്ട്. 4, 2, 4 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു 3 കൊല്ലം നോക്കുമ്പം. 2017 ക്വസ്റ്റ്യൻസ് ഇല്ല. 2018 സീരീസ് LCR സർക്യൂട്ട് ബേസിൽ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 19 ക്വസ്റ്റ്യൻസ് ഇല്ല. 20 ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒറ്റ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. Now, 2021 4 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കോൺസെപ്റ്റ്സ് ഞാൻ പറയാം. എ സി സപ്ലൈ കണക്റ്റഡ് ടു പ്യുവർ കപ്പാസിറ്റർ ആൻഡ് ദെൻ യു ഹാവ് അനദർ നെക്സ്റ്റ് കോൺസെപ്റ്റ് ഇസ് അവിടെ ഒരു ചെറിയൊരു ബൈഫർക്കേഷൻ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. യു ഹാവ് സീരീസ് LCR സർക്യൂട്ട് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ യു ഹാവ് സീരീസ് LCR സർക്യൂട്ട്സ് ആൻഡ് റെസനൻസ് ആൻഡ് പവർ ഫാക്ടർ, ഈ കോൺസെപ്റ്റ്സ് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. ട്രാൻസ്ഫോമേഴ്സ്, ഇത്രയും കോൺസെപ്റ്റ്സ്. ട്രാൻസ്ഫോമേഴ്സിലെ ക്വസ്റ്റ്യൻസ് സാധാരണ ഈസി ആയിട്ട് റേഷ്യോ കട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് വരിക. സാധാരണ ആ രീതിയിലാണ് ആ ക്വസ്റ്റ്യൻസ് വരാറ്. പക്ഷേ റെസനൻസും നമ്മൾ LCR സർക്യൂട്ടിന്റെ ഇവാലുവേഷനും വരുമ്പം ന്യൂമറിക്കലി ആ ലോഡ് കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ പലപ്പോഴും നമ്മൾ ചെയ്യാറില്ലേ, ഈ ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു റൗണ്ട് ചെയ്തിട്ട് പിന്നെ ന്യൂമറിക്കൽ ലോഡുള്ള ക്വസ്റ്റ്യൻസ് രണ്ടാമത് റിട്ടേൺ ചെയ്ത് ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും AC ന്യൂമറിക്കൽ ലോഡ് വളരെ കൂടിയ LCR സർക്യൂട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അത് നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കുക, നിങ്ങളുടെ സ്ട്രാറ്റജി ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. Now, 22 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒരെണ്ണം തിയറി ടൈപ്പും ഒരെണ്ണം ന്യൂമറിക്കലുമാണ്. പീക്ക് ആൻഡ് RMS വാല്യൂ ഓഫ് AC വോൾട്ടേജ് ആണ് ഒരു കോൺസെപ്റ്റ്. സീരീസ് LCR സർക്യൂട്ട് ആൻഡ് റെസനൻസ് ആണ് അടുത്ത കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. 23 കഴിഞ്ഞ വർഷം 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 3 ന്യൂമറിക്കൽ, ഒരെണ്ണം തിയറിറ്റിക്കൽ. ആ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന്റെ കോൺസെപ്റ്റ് വന്നിട്ടുള്ളത് കപ്പാസിറ്റീവ് റിയാക്ടൻസ്, ട്രാൻസ്ഫോമേഴ്സ്, സീരീസ് LCR സർക്യൂട്ട്, റെസനൻസ്, നെറ്റ് ഇംപെഡൻസ് ഓഫ് എ സർക്യൂട്ട്. നോക്കൂ, വളരെ സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഈ കോൺസെപ്റ്റ്സ്. ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. നൗ നെക്സ്റ്റ് വൺ വുഡ് ബി, ഇനി നമ്മൾ അടുത്ത വർഷത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച്, അല്ലെങ്കിൽ ഇനിയുള്ള എക്സാമുകളിലേക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് സെക്ഷൻസ് ആണ്. ഓർത്ത് വെക്കുക. ബാൻഡ്വിഡ്ത്ത് ആൻഡ് Q ഫാക്ടർ ഓഫ് LCR സർക്യൂട്ട് നന്നായി ശ്രദ്ധിക്കുക. Then you have RMS current and EMF with specially defined functions or superposition of two signals. നോക്കൂ, പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, current in a circuit is given by a certain I0 plus ഒരു I1 sin omega t. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ RMS എത്രയാണ്? അതായത് 2 സിഗ്നൽസ് സൂപ്പർപോസ് ചെയ്തൊരു കറണ്ട് സിഗ്നൽ തരും. അതിന്റെ RMS എത്രയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുക. RMS കാണാനുള്ളതിന്റെ ബേസിക് ഫംഗ്ഷൻ എങ്ങനെയാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ കാണുക എന്നുള്ളതിന്റെ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഓർത്ത് വെക്കുക, സൈനും കോസ് ഫംഗ്ഷന്റെ ഓവർ ഫുൾ സൈക്കിൾ ആവറേജ് 0 ആണ് വരിക. ആ പ്രിൻസിപ്പിൾ മനസ്സിലാക്കുക. അതേപോലെ സൈൻ സ്ക്വയറിന്റെയും കോസ് സ്ക്വയറിന്റെയും ഫുൾ സൈക്കിൾ ആവറേജ് എന്താ വരിക എന്നുള്ളത് മനസ്സിലാക്കി ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അത് ബേസിക്കലി ഇങ്ങനെയാണ് ഉണ്ടാവുക. ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, I as a function of time is given by some I0 plus some I1 sin omega t. ഫൈൻഡ് ദി RMS വാല്യൂ ഓഫ് കറണ്ട് എന്നാ ചോദിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ റൂട്ട് മീൻ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ആണ് അത് സോൾവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുക. നൗ നെക്സ്റ്റ് ആൻഡ് അതർ സെക്ഷൻസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ചാപ്റ്റർ 6 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. നൗ 7 EM വേവ്സ്, വളരെ എളുപ്പം പഠിക്കാൻ പറ്റുന്ന കുറച്ച് കണ്ടന്റ് മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സാമിന് പോകാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് EM വേവ്സ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് സാധാരണ EM വേവ്സ് എന്ന് വരിക. ഡേറ്റാ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് EM വേവ്സിന്റെ സെക്ഷൻ. 9 ക്വസ്റ്റ്യൻസ് ആണ് ഓവർ ദി ഇയേഴ്സ് വന്നിട്ടുള്ളത്. പക്ഷേ വളരെ കൺസിസ്റ്റന്റ് ആണ്. 1-2 ക്വസ്റ്റ്യൻ റീസെന്റ് ആയിട്ട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. 2017 റിലേഷൻ ബിറ്റ്വീൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, വളരെ വളരെ പ്രധാനപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ആ ചാപ്റ്ററിൽ. അത് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആ കോൺസെപ്റ്റ് ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. 2018 ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓസിലേഷൻസ് ആൻഡ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈ ഡിറക്ഷനാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ ഏത് ഡിറക്ഷനിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഓസിലേഷൻ, അല്ലെങ്കിൽ ഏത് ഫംഗ്ഷൻ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഓസിലേഷൻ ഉണ്ടാവുക, എത്രയായിരിക്കും അതിൻ്റെ ഏത് ഭാഗത്തേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അന്ന് ചോദിച്ചിട്ടുള്ളത് 2018 അതിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അത് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നൗ 2019 ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. വെരി വെരി കോമൺ. ആ ഒരു സ്പെക്ട്രം നന്നായി പഠിച്ചു വെക്കുക. തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് കിട്ടും ആ സെക്ഷൻ്റെ അകത്ത്. ഇൻ 2020 2 തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഒരെണ്ണം, ദെൻ ഇക്വേഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ അറിയാമെങ്കിൽ ആ ലൈറ്റിന്റെ വേവ് ലെങ്ത്തും എന്താ പറയുക അതിന്റെ ആംഗുലർ ഫ്രീക്വൻസി ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻസ് ഉണ്ട് ഫോർ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓസിലേഷൻ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇൻ 2020.
2021 ഒരു തിയറി ക്വസ്റ്റൻ അഗൈൻ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ആൻ EM വേവ് എക്സാക്ട്ലി സിമിലർ വിത്ത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാ ഇവിടെ ഇടണം 2018 കണ്ടിട്ടുള്ള എക്സാക്ട് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള അതേ കോൺസെപ്റ്റിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. 22 ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ദർ ഇസ് ഓൾസോ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് 2022 ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യനും ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനും ആണ് ഉള്ളത്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആണ് ഒരു കോൺസെപ്റ്റ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദെൻ റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ഓഫ് ലൈറ്റ്, പെർമിയബിലിറ്റി ആൻഡ് പെർമിറ്റിവിറ്റി. നോക്കൂ, ഈ 2 കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ മാച്ച് ദ ഫോളോയിങ് ഒരുപാട് പോസിബിലിറ്റി ഉള്ള ഒരു സെക്ഷനാണ്. പല പല ടൈപ്പ് ഓഫ് റേഡിയേഷൻ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും ആ സെക്ഷൻ്റെ അകത്ത് നിന്ന്. സോ ഒരു ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു, ഒരു ക്വസ്റ്റ്യൻ തിയറി ടൈപ്പ് ആയിരുന്നു. കോൺസെപ്റ്റ്സ് നന്നായിട്ട് ശ്രദ്ധിക്കാം. റൈറ്റ്. നൗ 23 ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. വെലോസിറ്റി റിലേഷൻ ബിറ്റ്വീൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, C is equal to E/B എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ പറയുന്നത്. അത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അത് ഇനിയും ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നൗ നെക്സ്റ്റ് you have other important concepts: energy density of electromagnetic wave, intensity and radiation pressure. ഒരു സർഫസിൽ റേഡിയേഷൻ വന്ന് പതിക്കുന്ന സമയത്ത് എത്രയാണ് ആ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, അല്ലെങ്കിൽ എത്ര ഫോഴ്സ് ആണ് ആ സർഫസിൽ എക്സേർട്ട് ആവുന്നത് എന്നുള്ള കോൺസെപ്റ്റ്സ് വരുന്ന ക്വസ്റ്റ്യൻസും പ്രോബബിൾ ആണ്. അത് ന്യൂമറിക്കൽ സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണത് വരിക. അത് അബ്സോർപ്ഷന് വേറെ ഫോമുലയും റിഫ്ലക്ഷന് വേറെ ഫോമുലയും ഉണ്ടാവുക. നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും, ഒന്നുകൂടെ അത് ഓർത്ത് വെക്കാം. നൗ സെക്ഷൻ 8 റേ ഓപ്റ്റിക്സ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ചാപ്റ്റർ 8 ആണ്, റേ ഓപ്റ്റിക്സ് ആൻഡ് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. 18 ക്വസ്റ്റ്യൻസ് ആണ് മൊത്തം അതിൻ്റെ അകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ കൗണ്ട് എന്ന് പറയുന്നത്. 2017 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക: ഡിസ്പേർഷൻ വിത്തൗട്ട് ഡീവിയേഷൻ ബൈ പ്രിസവും റിഫ്ലക്ഷൻ ബൈ പ്ലെയിൻ മിറേഴ്സും. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന സെക്ഷനാണ് റിഫ്ലക്ഷൻ ബൈ പ്ലെയിൻ മിറേഴ്സ്. അത്യാവശ്യം ജിയോമെട്രി അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 2018 3 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. സ്നെൽസ് ലോ ആണ് ഒരു കോൺസെപ്റ്റ്, മിറർ ഫോമുലയാണ് രണ്ടാമത്തെ കോൺസെപ്റ്റ്, ആസ്ട്രോണമിക്കൽ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് ആണ് മൂന്നാമത്തെ കോൺസെപ്റ്റ്. ഈ 3 കോൺസെപ്റ്റ്സുമായിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 2019 2 തിയറി ക്വസ്റ്റ്യൻ, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. അതിൽ തന്നെ ചോദിച്ചിട്ടുള്ളത് ഒന്ന് റെയിൻബോ എന്നുള്ള കോൺസെപ്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ യു ഹാവ് ലെൻസസ് ഇൻ കോൺടാക്ട് ആൻഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇതാണ് കോൺസെപ്റ്റ്സ് വന്നിട്ടുള്ളത്. റെയിൻബോസ് ഇപ്പം നമുക്ക് സിലബസിലില്ല, പക്ഷേ ലെൻസസ് ഇൻ കോൺടാക്ട് കുറച്ചുകൂടെ ഗ്ലോറിഫൈഡ് ആയിട്ട് പഠിക്കുക. കാരണം ദ റീസൺ ഇസ് ഇതേ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാൻ പറ്റും. അതായത് 2 ലെൻസസ് കോൺടാക്റ്റിലുണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിൽ ഒരു ഫ്ലൂയിഡ് ഒഴിച്ചിട്ടുണ്ട്, ആ ഫ്ലൂയിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറഞ്ഞു തരും, മൊത്തം കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്, അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരാം. അത് കുറച്ചുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. നൗ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇസ് എ വെരി യൂസ്ഫുൾ സെക്ഷൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും കണക്ട് ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാൻ പറ്റുന്നതാണ്. നൗ ഇനി 2020 ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, ന്യൂമറിക്കൽ ബേസ്ഡ് ആണ്. പ്രിസം ആണ് അതിൻ്റെ കോൺസെപ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പ്രിസത്തിൻ്റെ അകത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണത്. നൗ നെക്സ്റ്റ് വൺ 21 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ, 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക: ഫോക്കൽ ലെങ്ത് ഓഫ് ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ് ഒരെണ്ണം, രണ്ടാമത്തത് റിഫ്രാക്ഷൻ ബൈ പ്രിസം. നൗ മൂന്നാമത്തെ കോൺസെപ്റ്റ് കോമ്പിനേഷൻ ഓഫ് ലെൻസ് ആൻഡ് പ്ലെയിൻ മിറർ, അതിൻ്റെ ഇമേജ് ഫോർമേഷൻ. ഒരു ലെൻസ് ഉണ്ടാവും, ആ ലെൻസിൽ നിന്ന് ഒരു റിഫ്രാക്ഷൻ നടന്നതിന് ശേഷം പ്ലെയിൻ മിററിലേക്ക് ആ റേ പതിക്കും, പിന്നെ ഫൈനൽ ഇമേജ് എവിടെയാണ് ഉണ്ടാവുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണത് ചോദിച്ചിട്ടുള്ളത്. അത് ദാറ്റ്സ് ഓൾസോ സംതിങ് ദാറ്റ് യു സ്റ്റഡി വെൻ യു ഡീൽ വിത്ത് റിഫ്രാക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ കമ്പൈൻഡ് സെക്ഷൻസ്. അത് നിങ്ങൾ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു ന്യൂ ക്വസ്റ്റ്യനോ സർപ്രൈസിങ് ക്വസ്റ്റ്യനോ അല്ല, പക്ഷേ 2 സ്റ്റേജ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടി ഒരു പ്രശ്നം മാത്രമേ ക്വസ്റ്റ്യനുള്ളൂ. നൗ ഇനി 22 3 questions, 3 numerical questions. Concepts were lens makers formula, refraction by plane surfaces and then critical angle. ഈ 3 കോൺസെപ്റ്റ്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ലെൻസ് മേക്കേഴ്സ് ഫോർമുലേനെ വാക്വത്തിലും മീഡിയത്തിൽ ഇമേഴ്സ് ചെയ്തതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നന്നായി ശ്രദ്ധിക്കുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 23 അതായത് തൊട്ട് മുന്നത്തെ വർഷം 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഒരെണ്ണം തിയറി ബേസ്ഡ് ആയിരുന്നു, 2 എണ്ണം ന്യൂമറിക്കൽ ആയിരുന്നു. ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക: റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി ആൻഡ് ക്രിട്ടിക്കൽ ആംഗിൾ. 2 മീഡിയത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിളും വെലോസിറ്റി ഓഫ് ലൈറ്റും പറഞ്ഞു തന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കമ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ അകത്തുള്ള ഒരു കോൺസെപ്റ്റ് വന്നത്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല അഗൈൻ. മൂന്നാമത് കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ഇൻ കോൺടാക്ട്. വളരെ വളരെ പ്രധാനമാണ് കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ഇൻ കോൺടാക്ട്. ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, നന്നായി ശ്രദ്ധിക്കുക. ആൻഡ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഇസ് ഓൾസോ വെരി വെരി ക്രൂഷ്യൽ. മറ്റു കോൺസെപ്റ്റിൽ ഓർത്ത് വെക്കേണ്ടത് റിഫ്രാക്ഷൻ അറ്റ് കർവ്ഡ് സർഫസസ്.
കേർവ് സർഫസിലെ റിഫ്രാക്ഷൻ ഒരു സ്റ്റാൻഡേർഡ് ഫോമുല നിങ്ങൾ പഠിക്കുന്നത് അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നന്നായി ശ്രദ്ധിക്കുക. ദെൻ യു ഹാവ് നോർമൽ ഷിഫ്റ്റ്, അപ്പാരന്റ് ഡെപ്ത് ആൻഡ് വെലോസിറ്റി. നോർമൽ ഷിഫ്റ്റ് കാരണം നമുക്ക് ഉണ്ടാവുന്ന എന്താ പറയുക ഫീലിംഗ് ഓഫ് അപ്പാരന്റ് ഡെപ്ത് അത് ഓർത്ത് വെക്കുക. പിന്നെ ഒരു ബോഡി ഒരു പാർട്ടിക്കിൾ ഒരു മീഡിയത്തിൽ ഒരു സർട്ടൺ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേ മീഡിയത്തിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന ആൾ ഏത് വെലോസിറ്റി ആയിട്ട് അത് കാണുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നന്നായി നോക്കി വെക്കുക. നൗ കോമ്പിനേഷൻ ഓഫ് ലെൻസസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അത് പിന്നെ ഒന്നുകൂടെ എടുത്ത് എഴുതി. അതുകൊണ്ട് തന്നെയാണ് കോമ്പിനേഷൻ ഓഫ് ലെൻസസിൽ 1 2 അല്ല 3 4 ലെൻസുകൾ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. നൗ സിൽവറിംഗ് ഓഫ് മിറേഴ്സ്, സിൽവറിംഗ് ഓഫ് ലെൻസസ് ആണ്. സിൽവറിംഗ് മിറേഴ്സ് എന്നതിനെക്കാട്ട് ശരിക്കും അത് പറയേണ്ടത് സിൽവറിംഗ് ഓഫ് ലെൻസസ് തന്നെയാണ്. അപ്പോൾ ഒരു ലെൻസ് എടുത്തിട്ട് ആ ലെൻസിൻ്റെ ഒരു സൈഡിൽ നമ്മൾ സിൽവർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലെൻസ് പ്ലസ് മിറർ ആയിട്ട് ആക്ട് ചെയ്യും. അതിൻ്റെ ഫൈനൽ ഇമേജ് ഫോർമേഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ സെക്ഷൻ്റെ റെലവൻസ്. നൗ the next concept is path reversal in lens mirror combinations. നോക്കൂ, ലൈറ്റ് ഒരു സർട്ടൺ പാത്തിൽ പോവുകയാണ്, ലെൻസും മിറേഴ്സും ഒക്കെ പ്രത്യേക രീതിയിൽ വെച്ചാൽ ലൈറ്റ് വന്ന വഴി എന്നെ റീട്രേസ് ചെയ്യും. ആ കോൺസെപ്റ്റുകൾ നന്നായി ശ്രദ്ധിച്ചു വെക്കുക. അങ്ങനെയുള്ള കോമ്പിനേഷൻസ് നന്നായി പഠിച്ചു വെക്കുക. അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. നൗ യു ഹാവ് ലെൻസസ് ഇമേഴ്സ്ഡ് ഇൻ എ മീഡിയം. എക്സാക്ട്ലി നമ്മൾ നേരത്തെ പറഞ്ഞ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയുടെ എക്സ്റ്റൻഷൻ ആണ് ലെൻസസ് ഇമേഴ്സ്ഡ് ഇൻ എ മീഡിയം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫൈനലി വിഷ്വൽ ഇമ്പയർമെൻറ്റ്സ്. ഒരാൾക്ക് ഇപ്പം മയോപ്പിയ, ഹൈപ്പമെട്രോപ്പിയ പോലത്തെ വിഷ്വൽ ഇമ്പയർമെൻറ്റ്സ് ഉണ്ടാവുക. അപ്പോൾ എന്ത് കറക്ഷൻ ലെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്, എത്ര ഫോക്കൽ ലെങ്ത് വേണം കറക്ഷൻ ലെൻസ് എന്നുള്ളതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. നൗ നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ ഇസ് വേവ് ഓപ്റ്റിക്സ്. വേവ് ഓപ്റ്റിക്സിൻ്റെ ടോട്ടൽ കൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻ 13 ആണ്. അഗൈൻ വെരി ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ആണ് ക്വസ്റ്റ്യൻസ് ഫ്രോം ദിസ് സെക്ഷൻ. ഒരുപാട് കുറച്ചുകൂടി റേ ഓപ്റ്റിക്സിനെക്കാട്ടും കുറച്ചുകൂടി ഈസിയർ ആണ് പഠിക്കാൻ. നൗ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ 2017 3 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. റിസോൾവിംഗ് പവർ ഓഫ് മൈക്രോസ്കോപ്പ് ആണ് ഒരു കോൺസെപ്റ്റ്. കോമ്പിനേഷൻ ഓഫ് പോളറോയിഡ്സ് അടുത്ത കോൺസെപ്റ്റ്. ദെൻ യു ഹാവ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം യൂസിങ് ഫ്രിഞ്ച് പൊസിഷൻ. ഒരു സ്ലാബ് നമ്മൾ ഒരു ഫ്രിഞ്ചിൻ്റെ 2 സോഴ്സിൻ്റെ ഒരു സ്ലിറ്റിൻ്റെ മുകളിൽ നമ്മളൊരു സ്ലാബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര കണ്ട് ഈ സെൻട്രൽ മാക്സിമം ഷിഫ്റ്റ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കിയിട്ട് സ്ലാബിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് അതിൽ പറയുന്നത്. നൗ ദെൻ യു ഹാവ് 2018 3 ക്വസ്റ്റ്യൻ, 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ, ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ. റിലേഷൻ ബിറ്റ്വീൻ ആംഗുലർ ബാൻഡ്വിഡ്ത്ത്, സ്ലിറ്റ് സെപ്പറേഷൻ ഒരു കോൺസെപ്റ്റ്. ദെൻ യു ഹാവ് astronomical telescope, resolving power of an astronomical telescope ആണ് രണ്ടാമത്തെ കോൺസെപ്റ്റ്. ദെൻ യു ഹാവ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ബേസ്ഡ്, ബ്രൂസ്റ്റേഴ്സ് ലോ ബേസ് ചെയ്തിട്ടുള്ള ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ് ആ മൂന്നാമത്തെ ചോദിച്ചിട്ടുള്ളത്. നൗ 2019 ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ, YDSE ബേസ്ഡ്. വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് കേട്ടോ. YDSE എന്ന് പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതുമാണ്, ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമാണ്. 2020 യു ഹാവ് 3 questions there. 3 questions are ചോദിച്ചിട്ടുള്ളത്. 3 ന്യൂമറിക്കൽ ആയിരുന്നു. കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. സെൻട്രൽ മാക്സിമ ഓഫ് YDSE, then you have resolution of a telescope, resolution of astronomical telescope ആണ് ആ കോൺസെപ്റ്റ് വരുന്നത്. then you have Brewster's angle. വളരെ സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് മുന്നേയും ചോദിച്ചിട്ടുണ്ട് ഇതേ സെക്ഷൻസ് നിന്ന് ചോദ്യം. Now then you have 21 ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല. 22 you have 2 questions, 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അഗൈൻ YDSE, റിലേഷൻ ബിറ്റ്വീൻ ബാൻഡ്വിഡ്ത്ത് ആൻഡ് വേവ് ലെങ്ത്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരെണ്ണം. രണ്ടാമത്തെ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ബേസ് ചെയ്തിട്ടുള്ള ബ്രൂസ്റ്റേഴ്സ് ലോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തത്. നൗ ഇൻ ദ പ്രീവിയസ് ഇയർ ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിട്ടുള്ളത്, YDSE ആൻഡ് ഫ്രിഞ്ച് വിഡ്ത്ത്. എഗൈൻ നോക്കൂ, YDSE എന്നുള്ള സെക്ഷന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അത് ഇനിയും ഹൈലി പ്രോബബിൾ ആണ്. ആ സെക്ഷൻ നന്നായി ശ്രദ്ധിക്കുക. നൗ മറ്റു കോൺസെപ്റ്റുകൾ, ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു വെക്കേണ്ട മറ്റു കോൺസെപ്റ്റുകൾ നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് കോൺസെപ്റ്റ് ഇസ് ഷേപ്പ് ഓഫ് ഫ്രിഞ്ചസ് ഫോർ വേരിയസ് സ്ലിറ്റ് അറേഞ്ച്മെന്റ്സ്. നോക്കൂ, സെമി സർക്കുലർ ആയിട്ടുള്ള സർക്കുലർ ആയിട്ടുള്ള സ്ലിറ്റ് പാറ്റേണുകൾ കിട്ടാൻ പറ്റും. ഹൈപ്പർബോളിക് ആയിട്ടുള്ളതും സെമി സർക്കുലർ ആയിട്ടുള്ളതും സർക്കുലർ ആയിട്ടുള്ളതും കോൺസെൻട്രിക് സർക്കുലർ ആയിട്ടുള്ള സ്ലിറ്റ് പാറ്റേണുകൾ നമുക്ക് ഒബ്റ്റൈനബിൾ ആണ് ബേസ്ഡ് ഓൺ ദ ഡിഫറെൻറ്റ് അറേഞ്ച്മെന്റ്സ് ഓഫ് സ്ലിറ്റ്സ്. അത് ഒരു ലൈനിലാണ് സ്ലിറ്റുകൾ ഉള്ളതെങ്കിൽ ഒരു രീതിയിലുണ്ടാവുക, ഒരു ലൈനിൻ്റെ മുകളിൽ ഉണ്ടാവുകയും സ്ക്രീൻ ഈ പറഞ്ഞ ലൈനിന് പാരലൽ ആവുകയും ചെയ്യുമ്പോൾ ഹൈപ്പർബോളിക് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ പല പല രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നൗ റേഷ്യോ ഓഫ് മാക്സിമം ടു മിനിമം ഇൻറ്റൻസിറ്റി ഓഫ് ഫ്രിഞ്ചസ്, Imax by Imin ബേസ് ക്വസ്റ്റ്യൻസ്. ഈ ആംപ്ലിറ്റ്യൂഡ് റേഷ്യോയും ഇൻറ്റൻസിറ്റി റേഷ്യോ തന്നുകൊണ്ട് Imax by Imin ഫോർ ദ ഇൻ്റർഫറൻസ് പാറ്റേൺ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, അത് ശ്രദ്ധിക്കുക. നൗ അഗൈൻ ഫ്രിഞ്ച് വിസിബിലിറ്റി, അഗൈൻ ദർ ഇസ് എ ഫോർമുല ടു കാൽക്കുലേറ്റ് ഫ്രിഞ്ച് വിസിബിലിറ്റി. ആ ഫോർമുലയും മനസ്സിലാക്കുക. ഓവർലാപ്പിംഗ് ഓഫ് ഫ്രിഞ്ചസ് ഇൻ YDSE, ഒരേ YDSE പാറ്റേൺ 2 വേവ് ലെങ്തുകൾക്ക് കണ്ടക്ട് ചെയ്തിട്ട് ഒരു ഓവർലാപ്പിംഗ് കിട്ടും. അത് എവിടെയാണ് ഓവർലാപ്പിങ്ങിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് എവിടെയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെക്കുക. നൗ
YDSC immersed in another medium. That's another very important question. YDSC apparatus നമ്മൾ ഒരു എയർന്നൊരു എക്സ്പെരിമെന്റ് നടത്തി അത് ഒരു വേറൊരു മീഡിയത്തിലേക്ക് കൊണ്ടുപോകുമ്പം എത്രയാണ് ബാൻഡ് വിഡ്ത്തിലെ വേരിയേഷൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. ദെൻ യു ഹാവ് സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ. അതൊരു വലിയ സെക്ഷനാണ്. സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കാണ്ട് അത് മുഴുവൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ റെയ്ലി ക്രൈറ്റീരിയ ഒക്കെ ആ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. റിമെമ്പർ ദാറ്റ്. ആൻഡ് ഓൾസോ മാലസ് ലോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അൺപോളറൈസ്ഡ് ലൈറ്റ് വരികയാണ് അല്ലെങ്കിൽ പോളറൈസ്ഡ് ലൈറ്റ് വരികയാണ്, ഒരു സർട്ടൺ പോളറൈസർ വെച്ചിട്ടുണ്ട്, എത്രയാണ് ഔട്ട്പുട്ട് ഇന്റൻസിറ്റി, അങ്ങനെ ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ദാറ്റ്സ് ചാപ്റ്റർ നമ്പർ 9 ഫോർ യു. നൗ ചാപ്റ്റർ നമ്പർ 10 13 questions ചോദിച്ചിട്ടുള്ള ഒരു സെക്ഷനാണ്. The concept is based on, the chapter is named dual nature of radiation. Dual nature of matter and radiation എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. അതിൻ്റെ അകത്ത് 13ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഓവർ ദ ലാസ്റ്റ് 7 years. നമുക്ക് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. പ്ലീസ് സീ ഹൗ ദ ക്വസ്റ്റ്യൻസ് ആർ യൂഷ്വലി ആസ്ക്ഡ്. പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാം. 2017 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഡീബ്രോയ് വേവ് ലെങ്ത് ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 2 ഉണ്ടായിരുന്നത്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ തന്നെ വെലോസിറ്റി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ആണ് എക്സാക്ട്ലി കാണേണ്ടിയിരുന്നത് ഇൻ 2017. 18 2 ക്വസ്റ്റ്യൻ, 2 ന്യൂമറിക്കലാണ്. കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. ഡീബ്രോയ് വേവ് ലെങ്ത് ഓഫ് ചാർജ് പാർട്ടിക്കിൾ ആക്സിലറേറ്റഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട് ആൻഡ് ഇൻ ദാറ്റ് റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് വെലോസിറ്റി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ. ഈ 2 കോൺസെപ്റ്റ്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇൻ 2018. നൗ 2019 ഒരേ ഒരു ക്വസ്റ്റ്യൻ, ദാറ്റ്സ് എ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ, ഡീബ്രോയ് വേവ് ലെങ്ത് ഓഫ് ആക്സിലറേറ്റഡ് ഇലക്ട്രോൺസ്. എത്ര തവണയാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കുക. ഡീബ്രോയ് വേവ് ലെങ്ത് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 2020 ഒരു തിയറി ക്വസ്റ്റ്യൻ, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. അഗൈൻ യു ഹാവ് ഡീബ്രോയ് വേവ് ലെങ്ത്, വെരി സെയിം കോൺസെപ്റ്റ്. വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ്, പാർട്ടിക്കിളിന്റെ വേവ് നേച്ചർ ബേസ് ചെയ്തുള്ള തിയറി ബേസ്ഡ് ക്വസ്റ്റ്യനും ആ വർഷം ഉണ്ടായിരുന്നു. നൗ 2021 2 ക്വസ്റ്റ്യൻ ആണ്, അതായത് 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഡീബ്രോയ് വേവ് ലെങ്ത് ആണ് എഗെയിൻ ഒരു കോൺസെപ്റ്റ്. അടുത്തത് എനർജി പെർ ഫോട്ടോൺ ഓഫ് എ റേഡിയേഷൻ, ഒരു റേഡിയേഷന്റെ വേവ് ലെങ്തോ ഫ്രീക്വൻസിയോ തന്നിട്ട് എനർജി പെർ ഫോട്ടോൺ ഇവാലുവേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2021. 22 2 ക്വസ്റ്റ്യൻ, ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. ഡീബ്രോയ് വേവ് ലെങ്ത് ആണ് ഒരു കോൺസെപ്റ്റ്. എഗെയിൻ ഒരുപാട് തവണ ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. ദെൻ ഫ്രീക്വൻസി വേഴ്സസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നുള്ള കോൺസെപ്റ്റ് ആണ് വളരെ വളരെ പ്രധാനമാണ്. ഗ്രാഫിക്കലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഫ്രീക്വൻസി വേഴ്സസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നുള്ള സെക്ഷനിൽ. നൗ 23 2 ക്വസ്റ്റ്യൻ, ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. എനർജി പെർ ഫോട്ടോൺ ആണ് ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട് ഫോട്ടോ വോൾട്ടായിക് ഡിവൈസ്, അതാണ് രണ്ടാമത്തെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. നൗ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒരുപാട് പോസിബിലിറ്റികളുണ്ട്. ഒരു ഇത്ര വേവ് ലെങ്ത് ഇത്രയാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എങ്കിൽ വേറൊരു വേവ് ലെങ്ത് തരും, അതിന്റെ വേറൊരു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ തരും. അങ്ങനെയാണെങ്കിൽ ത്രെഷോൾഡ് വേവ് ലെങ്ത് എത്രയാണ്, അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അഗൈൻ ത്രെഷോൾഡ് വേവ് ലെങ്ത് ആൻഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും നല്ല കാര്യം ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷനും ആൻഡ് മാറ്ററിനെ പറ്റി പറയുമ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് യു ഹാവ് വളരെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന സെക്ഷൻസ് ആണ്. യു കൻ ഈസിലി സ്കോർ ഫ്രം ദീസ് സെക്ഷൻസ്. നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ള, നിങ്ങൾക്ക് ആലോചിച്ചെത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൻ്റെ അകത്ത് ചോദിക്കാറില്ല. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ വരാറ്. ഇനി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ തന്നെ ആ തന്നിരിക്കുന്ന ഇക്വേഷൻസിൻ്റെ ഒരു ബേസിസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരിക. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ ആണ്. 17 ക്വസ്റ്റ്യൻസ് മൊത്തം ചോദിച്ചിട്ടുണ്ട് ആ സെക്ഷൻ്റെ അകത്ത് നിന്ന്. ചാപ്റ്റർ വൈസ് നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ്സ് നോക്കാം. ഓരോ ഇയറും വന്നിട്ടുള്ളത്. 2017 2 ക്വസ്റ്റ്യൻ, 2 ന്യൂമറിക്കലാണ്. റേഡിയോ ആക്റ്റീവ് ഡീകെ ആൻഡ് ഹൈഡ്രജൻ സ്പെക്ട്രം, ഈ കോൺസെപ്റ്റ് ബേസ്ഡാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഈ റേഡിയോ ആക്റ്റീവ് ഡീകെ ഇപ്പോൾ സിലബസിലില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുക, ഈ റേഡിയോ ആക്റ്റീവ് ഡീകെ ഇറ്റ്സ് എ വെരി ഫ്രീക്വൻലി ആസ്ക്ഡ്, ഇറ്റ് യൂസ് ടു ബി എ വെരി ഫ്രീക്വൻലി ക്വിസ്ഡ് സെക്ഷൻ. അപ്പോൾ ആ ഇമ്പോർട്ടൻസ് കൂടെ ഇനി മറ്റ് സെക്ഷനിലേക്ക് മാറുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നന്നായി ഓർമ്മിക്കുക. നൗ വിൽ ഡിസ്കസ് ദാറ്റ് വെരി സൂൺ. നൗ 18 2 ക്വസ്റ്റ്യൻ, ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. കോൺസെപ്റ്റ്സ് വന്നിരിക്കുന്നത് റേഡിയോ ആക്റ്റീവ് ഡീകെ again, and then you have kinetic energy and total energy of electrons in orbits based on Bohr model. Now 2019 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. കോമ്പസിഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആണ് ഒരു ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. രണ്ടാമത്തത് ബോർ മോഡൽ, എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ഓർബിറ്റ്, അടുത്ത കോൺസെപ്റ്റ്. 2020 2 തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിച്ചു. ബോർ മോഡൽ
Bohr model based question ആണ് ആദ്യത്തത്, based which is actually precisely on energy of an electron in an orbit. Now gamma radiation based ഒരു ക്വസ്റ്റ്യനും കൂടെ ആ വർഷം ഉണ്ടായിരുന്നു. And you have 2021 മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, മൂന്ന് ന്യൂമറിക്കലാണ്, ആൽഫ ബീറ്റ ഗാമ ഡി കെ, ആൻഡ് ദെൻ യു ഹാവ് ബൈൻഡിങ് എനർജി ചേഞ്ച് ഇൻ ന്യൂക്ലിയർ ഫിഷൻ ഒരു കോൺസെപ്റ്റ്, പിന്നെ ഹാഫ് ലൈഫ് ആൻഡ് റേഡിയോ ആക്റ്റീവ് ഡി കെ. നോക്കൂ, റേഡിയോ ആക്റ്റീവ് ഡി കെ ഒരുപാട് തവണ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു സെക്ഷനാണ്. We'll discuss on how to accommodate that change when you study for the next year. നോക്കൂ, അടുത്തത് 2022 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, 3 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഒരു കോൺസെപ്റ്റ് ഇസ് ബീറ്റ ഡി കെ, then you have Bohr model, total energy in an orbit. Bohr model based question ആണ്, total energy in an orbit ആണ് കോൺസെപ്റ്റ്. Then you have relation between nuclear radius and mass number. ഒരു ന്യൂക്ലിയറിന്റെ റേഡിയസും മാസ് നമ്പർ തമ്മിൽ റിലേഷൻ ബേസ് ചെയ്തിട്ടാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, അത് ഓർത്ത് വെക്കുക. Now 23 one question is based on radioactivity in half life, next question is based on hydrogen spectrum. That is basically then you have Bohr model, radius of an orbit. നോക്കൂ, Bohr model, radius of an orbit എന്നുള്ള Bohr മോഡലിന്റെ അകത്ത് വരുന്ന കാര്യമാണ് ഈ റേഡിയസ് ഓഫ് an orbit എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. അതിന്റെ സബ് ആയിട്ടുള്ള ടോപ്പിക് ആണ് റേഡിയസ് ഓഫ് an orbit. അപ്പോൾ ഈ കോൺസെപ്റ്റ്സ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, റേഡിയോ ആക്റ്റീവ് ഡി കെ ഈ ചാപ്റ്ററിന്റെ അകത്ത് നിന്ന് റിമൂവ് ചെയ്ത് പോയതുകൊണ്ട് തന്നെ മാസ് ഡിഫക്റ്റ് എന്നുള്ള അല്ലെങ്കിൽ ക്യൂ വാല്യൂ ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ എന്നുള്ള സെക്ഷൻസിലേക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് നന്നായി ഡൈവേർട്ട് ചെയ്ത് പോകും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. And then you have another important thing is നിങ്ങളുടെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലേക്ക് കുറച്ചുകൂടെ അറ്റൻഷൻ ഇപ്പം ഫോക്കസ് അങ്ങോട്ട് മാറിയിട്ടുണ്ടാവും. കാരണം വെച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സെക്ഷൻസ് റിമൂവ് ചെയ്ത് പോയല്ലോ. റേഡിയോ ആക്ടിവിറ്റി ഏകദേശം എല്ലാ വർഷവും നിങ്ങൾക്ക് കാണാം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്ന സെക്ഷനാണ്. അപ്പോൾ അത് പോകുമ്പോൾ മറ്റ് സെക്ഷൻസിനുള്ള ഇമ്പോർട്ടൻസും വെയിറ്റേജും കൂടുന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള സെക്ഷൻസ് ആണ് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം പറഞ്ഞത്. പിന്നെ മാസ് ഡിഫക്റ്റ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്, ക്യൂ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. Now that is how we have it. അപ്പം പ്രത്യേകം ഈ സെക്ഷൻ നോക്കുക. ഇനി ഒപ്പം ഓർത്ത് വെക്കേണ്ട കാര്യം മാസ് ഡിഫക്റ്റ് ആൻഡ് പാക്കിംഗ് ഫ്രാക്ഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ആൻഡ് ദെൻ യു ഹാവ് റൂദർഫോർഡ് എക്സ്പെരിമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡീവിയേഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ, പിന്നെ അതിൻ്റെ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, റൂദർഫോർഡ് എക്സ്പെരിമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉള്ള പോസിബിലിറ്റി അതൊക്കെ ഓർത്ത് വെക്കുക. ആൻഡ് ദെൻ യു ഹാവ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ്, ഓഫ് കോഴ്സ് ക്യൂ വാല്യൂ ഓഫ് റിയാക്ഷൻ, ക്യൂ വാല്യൂ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാക്കി അറിയാം. E is equal to mc square, delta mc square ബേസ്ഡ് ആണ് ഇക്വേഷൻ നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ള കാര്യം ഓർമ്മിക്കുക. നൗ നെക്സ്റ്റ് സെക്ഷൻ 12 സെമി കണ്ടക്ടേഴ്സ് ആണ്. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഒറ്റ ചാപ്റ്റർ ആയിട്ട് തന്നെ 21 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് സെമി കണ്ടക്ടർ സെക്ഷൻ. കോൺസെപ്റ്റ്സ് നന്നായി ശ്രദ്ധിക്കുക. 2017 ചോദിച്ചിട്ടുള്ളത് പവർ ഗെയിൻ ആൻഡ് വോൾട്ടേജ് ഗെയിൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഒരു കോൺസെപ്റ്റ്. രണ്ടാമത്തത് ഫോർവേഡ് റിവേഴ്സ് ബയസ് കോൺസെപ്റ്റ്, പിന്നെ ഒന്ന് ലോജിക് ഗെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കൂ, 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും 1 തിയറി ബേസ്ഡ് ക്വസ്റ്റ്യനും ആയിരുന്നു. 2018 you have 3 questions again, ഒരു തിയറി ക്വസ്റ്റ്യൻ, 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക, ലോജിക് ഗേറ്റ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, കറന്റ് ഗെയിൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്, ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഇൻ പി എൻ ജംഗ്ഷൻ ഡയോഡ്, അതാണ് മൂന്നാമത്തെ കോൺസെപ്റ്റ്, ഓർത്ത് വെക്കുക. Then 2019 2 ക്വസ്റ്റ്യൻ, 2 തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ബൂളിയൻ എക്സ്പ്രഷൻസ്, അതാണ് 2 കോൺസെപ്റ്റ്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻ 2020 യു ഹാവ് 3 തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് 1 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. അതിൻ്റെ അകത്ത് ചോദിച്ചിട്ടുള്ള കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക, ഡോപ്പിംഗ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്, ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയസ് ഡയോഡ്, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഓഫ് NPN ട്രാൻസിസ്റ്റേഴ്സ്, ആൻഡ് ദെൻ ലോജിക് ഗേറ്റ്സ്. ഇത്രയാണ് കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. ലോജിക് ഗേറ്റ് വളരെ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. Then you have in 2021 you have 2 questions, ഒരു 3 questions in fact, ഒരു statement based question, ഒരു theory based question, ഒരു numerical question. Concepts നന്നായി ശ്രദ്ധിക്കുക. You have P and N type semiconductors, ഒരു കോൺസെപ്റ്റ്, Zener diode and potential barrier of PN junction, logic gates. ഈ 3 കോൺസെപ്റ്റ്സ് ആണ് ഈ 3 ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ടായിരുന്നത്, മനസ്സിലാക്കുക. 2022 you have 3 questions, 2 theory based questions and 1 numerical question. PN junction diode, half wave rectifier and logic gates, ഇതാണ് 3 കോൺസെപ്റ്റ്സ് വന്നിട്ടുള്ളത്.
And then you have in 2023, you have 3 questions again. ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. ഫുൾ വേവ് റെക്ടിഫയർ, സെനർ ഡയോഡ്, ലോജിക് ഗേറ്റ്സ്. നോക്കൂ, ഇതിൽ ട്രാൻസിസ്റ്റേഴ്സ് ഇപ്പോൾ സിലബസിൽ ഇല്ല. അപ്പോൾ ലോജിക് ഗേറ്റ്സിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സെനർ ഡയോഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും കൂടിയിട്ടുണ്ട്, ആ ഒരു ഡെൻസിറ്റി കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇന്ത്യയെ തന്നെ നടത്തുന്ന മറ്റ് എക്സാമിനേഷൻസിൽ, അതായത് ഫോർ എക്സാമ്പിൾ യുവർ ജി മെയിൻസ് എക്സാമിനേഷനിൽ സെനർ ഡയോഡ് ബേസ്ഡ് ആയിട്ടുള്ള സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ എന്നുള്ള കോൺസെപ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ച് കാണുന്നുണ്ട്. ദാറ്റ്സ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്. നൗ മറ്റ് കോൺസെപ്റ്റ് ഓർക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു. സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ, ഫോട്ടോൺ റിക്വയർഡ് ഫോർ എൻ ഇലക്ട്രോൺ ടു ജംപ് അക്രോസ് ദ പൊട്ടൻഷ്യൽ ബാരിയർ. ഈ കോൺസെപ്റ്റിൽ നന്നായി പഠിച്ചു വെക്കുക. നൗ ലോജിക് ഗേറ്റ്സ് ഒരുപാട് ഫ്രീക്വന്റ്ലി ആസ്ഡ് ആണ്. ഡിമോർഗൻ ലോ ബേസ് ചെയ്തിട്ടുള്ള ലോജിക് ഗേറ്റ്സിനെ സിംപ്ലിഫൈ ചെയ്യാൻ, ലോജിക് ഗേറ്റ്സിന്റെ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യാനും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റിൻ്റെ ഓവറോൾ സ്റ്റാൻഡിങ്. ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ആവുമെന്ന് നമ്മളത് അനലൈസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ഹൗ വി ഹാവ് our data spread out on into all these sheets and tables. എന്താണ് ഈ ഡേറ്റേൻ്റെ ഇൻഫറൻസ് നന്നായി മനസ്സിലാക്കുക. ഈ സെക്ഷൻസ് ഒക്കെ നിർബന്ധമായും പഠിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻസ് നന്നായി ഓർത്ത് വെക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏറ്റവും ഫൈനൽ സ്റ്റേജിൽ ഫൈൻ ട്യൂൺ ചെയ്യാനും നിങ്ങളുടെ സ്കോർ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളെ ഈ വീഡിയോ സഹായിക്കുന്നുള്ളത് തീർച്ചയാണ്.